ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാത ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിഹ്ന വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. യോഹന്നാനെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ, യേശു ഏറ്റവും അധികം സ്നേഹിച്ചതും, യോഹന്നാൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് പ്രിയ ശിഷ്യനെന്ന്. ഒന്നുകൂടെ നമ്മൾ ചേർത്ത് പഠിച്ചാൽ യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നതാണ്. യേശുവിൽ ഒത്തിരി സർക്കിളുകളെ കാണാൻ പറ്റുന്നുണ്ട്. 5000 പേരുള്ള ഒരു സർക്കിള്, പിന്നീട് 70 പേരുള്ളത്, 3 പേരുള്ളത്. ഇങ്ങനെ നോക്കിയാൽ ഒരാൾ മാത്രമുള്ളൊരു സർക്കിൾ ഉണ്ടെങ്കിൽ അത് യേശുവും യോഹന്നാനും മാത്രം ഒരു സർക്കിൾ. അത്രമാത്രം യേശു സ്നേഹിച്ച ശിഷ്യനായിരുന്ന യോഹന്നാനാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച നിമിത്തം, യേശുവിൻ്റെ സാക്ഷിയായ നിമിത്തം പത്മോസ് എന്ന കുലപാതകന്മാരെ മാത്രം, എന്ന് വെച്ചാൽ ആ കാലത്തെ ഏറ്റവും വലിയ ശിക്ഷയായിരുന്ന ക്രൂശുമരണം, അതിനേക്കാൾ മുകളിലാണ് പത്മോസ് എന്ന കൊടിയ ദ്വീപിലേക്ക് നാടുകടത്തുക. ഒരു മനുഷ്യൻ പെട്ടെന്ന് മരിക്കുക എന്നതിൽ അപ്പുറം ഉള്ള ഒരു മരണമാണ്, അതിനേക്കാൾ വേദനാജനകമായ മരണമാണ് നീറി നീറി ഇഞ്ചിഞ്ചായി മരിക്കുക എന്നുള്ളത്. അതാണ് പത്മോസിലെ മരണം. കേവലം ഒരു ദിവസം കൊണ്ട് മരിക്കുന്ന മരണമല്ല, പട്ടിണി കൊണ്ടും ദാഹം കൊണ്ടും ഏതെങ്കിലും മൃഗങ്ങളോ അങ്ങനെയുള്ള അലഞ്ഞു നടന്ന് മരിക്കുന്ന ഒരു ക്രൂരമായ മരണം. അത്രമാത്രം ഒരു കൊടിയ മരണത്തിനു വേണ്ടി വിട്ടുകൊടുക്കുന്ന, അല്ലെങ്കിൽ വിട്ടുകൊടുക്കപ്പെടുന്ന യോഹന്നാൻ. ദൈവമക്കളെ, യേശുവിനെ ഇത്രയും സ്നേഹിച്ച ആൾക്ക് കിട്ടേണ്ട ഒരു ശിക്ഷയായിട്ട്, അല്ലെങ്കിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കയ്യിലെ ഏറ്റവും വലിയ ശിക്ഷയായ പത്മോസിലെ നാടുകടത്തിലേക്ക് യോഹന്നാനെ വിടണമോ? ഒന്നുകൂടെ യോഹന്നാനെ ഒന്ന് നോക്കിയാൽ അദ്ദേഹം 90-ലധികം വയസ്സുള്ള ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഒരു വൃദ്ധനായ മനുഷ്യനെ അങ്ങനെ ചെയ്യണമോ? യേശു അങ്ങനെ വിട്ടുകൊടുക്കണമോ? ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരാം. പക്ഷെ ഇന്ന് പകൽക്കാലം എൻ്റെ ധ്യാനചിന്തയിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, ദൈവീയ ഉദ്ദേശത്തിനു വേണ്ടി ദൈവം നമ്മളെ ആക്കുന്ന മേഖലകളുണ്ട്. അതിൽ നാം സംതൃപ്തരാകുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാന് പത്മോസിനെ കുറിച്ചോ തൻ്റെ കഷ്ടതയെക്കുറിച്ചോ ഒന്നും തോന്നുന്നില്ല. കാരണം ദൈവം തന്നെ ആക്കിയ ആ മേഖലയെക്കുറിച്ച് നല്ല ബോധ്യം യോഹന്നാനുണ്ടായിരുന്നു. ഒന്നുകൂടെ ചേർത്ത് ഞാൻ പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, യഥാർത്ഥമായി കർത്താവിനെ സേവിക്കുന്ന മനുഷ്യർക്കെല്ലാം ആ ബോധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഈ ഭാഗം വായിക്കും നമുക്കറിയാം, പത്മോസിലേക്ക് യോഹന്നാനെ, ഈ വയോധികനായ യേശു ഇത്രയും സ്നേഹിച്ച മനുഷ്യനെ കൊണ്ടുവന്ന് ഡൊമീഷ്യൻ തള്ളാൻ കാരണം ദൈവം അനുവദിച്ചത് എന്താണ് എന്നത് നമ്മൾ വായിച്ചറിയുമ്പോൾ നമുക്കറിയാം. കർത്താവിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. ദൈവജനത്തോടുള്ള കർത്താവിൻ്റെ പ്രവർത്തികൾ ദൈവജനത്തിൻ്റെ പ്രത്യാശയ്ക്ക് വകയുണ്ടാക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, പ്രതീക്ഷയ്ക്ക് സ്തോത്രം ചിറക് വരുത്തുന്നത്, ഹല്ലേലൂയ. അതേ ദൈവിക വെളിപ്പാട് ദൈവസഭയ്ക്ക് കൈമാറേണ്ടതിന് യോഹന്നാനെ അങ്ങോട്ട് വിട്ടു എന്നത് നമുക്കത് വായിക്കുന്ന ഓരോ മനുഷ്യനും അറിയാനായിട്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടി യോഹന്നാൻ പത്മോസിൽ പോകേണ്ടിയിരുന്നു.
അപ്പോൾ പത്മോസിൽ യോഹന്നാൻ ആകാൻ കാരണം ദൈവസഭയ്ക്ക് കൈമാറാനുള്ള അന്ത്യകാലത്തെക്കുറിച്ചൊരു വെളിപ്പാട്, പ്രൈസ് ദി ലോർഡ്, അതിനുവേണ്ടി ആയിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നോക്കണം, ഫിലിപ്പിയ കാരാഗ്രഹത്തിലേക്ക് പൗലോസും ശീലാസും തള്ളപ്പെടുമ്പോൾ അവർക്കറിയില്ലായിരുന്നു എന്തിനാണ് ഞങ്ങളെ ഈ ഫിലിപ്പിയ കാരാഗ്രഹത്തിലേക്ക് തള്ളപ്പെടുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്. പിന്നീട് പൗലോസും അത് ഗ്രഹിച്ചു. ഒരു കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരത്തിനു വേണ്ടി കാരാഗ്രഹത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് അവർ പോകേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നോക്കണം ദൈവമക്കളെ, നാം ചില മേഖലകളിൽ ആയേ പറ്റൂ. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് കയറിയ കപ്പൽ തകരുന്നതും പൗലോസിൻ്റെ കയ്യിൽ അണലി കടിക്കുന്നതും മെലിത്ത ദ്വീപിൻ്റെ, ഹല്ലേലൂയ, സ്തോത്രം, ഉദ്ധാരണത്തിനു വേണ്ടിയും മെലിത്ത ദ്വീപിലെ ചില ദ്വീപ് നിവാസികൾ യേശുവിനെ കണ്ടെത്തുവാൻ വേണ്ടിയും, പ്രൈസ് ദി ലോർഡ്, ദ്വീപിലെ പ്രമാണിയായ പ്ലുബിയോസ് എന്ന ആ മനുഷ്യനെ യേശുവിലേക്ക് നയിക്കുവാനും കാരണമായി തീരേണ്ടതിന് പൗലോസിൻ്റെ കപ്പൽ തകർന്നു. മാത്രമല്ല, പൗലോസിൻ്റെ കയ്യിൽ അണലി കടിച്ചു. അപ്പോൾ സ്തോത്രം, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ അനേക ഭക്തന്മാരുടെ ജീവിതവുമായി നാം ഇതിനെ താരതമ്യം ചെയ്യേണ്ടതായിട്ട് വരും. ജോസഫ് എന്ന അനുഗ്രഹീത ഒരു പൈതൽ, ഹല്ലേലൂയ, യാക്കോബ് ഒത്തിരി സ്നേഹിച്ചവന്, പക്ഷേ ദൈവം അവന് കൊടുത്ത സ്വപ്നം സാക്ഷാത്കരിക്കേണ്ടതിന് വേണ്ടി സഹോദരന്മാർ അവനെ നിന്ദിക്കുകയും അവൻ പൊട്ടക്കുഴിയിലും പൊത്തിപ്പേറിൻ്റെ വീട്ടിലും പ്രൊയ്സലോടൊക്കെ താമസിച്ചു. അല്ല, മാത്രമല്ല, ഫറവോന്റെ കൊട്ടാരത്തിൽ അവൻ താമസിക്കുവാൻ വേണ്ടി പൊട്ടക്കുഴിയും പൊത്തിപ്പേറിൻ്റെ വീടുമൊക്കെ അവൻ, സ്തോത്രം, ഹല്ലേലൂയ, ആ വഴിയിലൂടെയൊക്കെ അവൻ പോകേണ്ടി വന്നു. അപ്പോൾ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയേണ്ട ഒരു മേഖല എന്നുള്ളത്, ദൈവം നമ്മളെ ആക്കി വെക്കുന്ന, സ്തോത്രം, അതിലെ സ്ഥലങ്ങൾ എന്നുള്ളത് ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്നതാണ് എന്നത് നാം തിരിച്ചറിഞ്ഞ് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യുവാനിടയായി തീരട്ടെ. കർത്താവ് ഏറ്റവും സ്നേഹിച്ച യോഹന്നാൻ, ഹല്ലേലൂയ, പത്മോസ് എന്ന, ഹല്ലേലൂയ, ഏറ്റവും വലിയ ശിക്ഷാവിധിയിലേക്ക്, ഈ ലോകം കൊടുക്കാൻ, ഡൊമീഷ്യൻ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷയിലേക്ക് ദൈവം അവനെ വിടുന്നതിൻ്റെ കാരണം ദൈവസഭയ്ക്ക് അനുഗ്രഹമായ, ഹല്ലേലൂയ, സ്തോത്രം, വെളിപ്പാട് പുസ്തകം കൈമാറേണ്ടതിനായിരുന്നു എന്നത് നാം തിരിച്ചറിയുമ്പോഴാണ് കർത്താവിന് സ്തോത്രം പറയാനിടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവം ആക്കി വെക്കുന്ന മേഖലകളിൽ വിശ്വസ്തരായി, അതിനെക്കുറിച്ചൊരു പഴിയോ പരാതിയോ പറയാതെ, ഹല്ലേലൂയ, ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. എല്ലായ്പ്പോഴും പ്രതീക്ഷയോടെ നമുക്ക് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. റോമൻ ഫിലിപ്പിയ കാരാഗ്രഹത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. പൊത്തിപ്പേറിൻ്റെ, സ്തോത്രം, ഹല്ലേലൂയ, പൊട്ടക്കുഴിയും പൊത്തിപ്പേറിൻ്റെ വീടുമൊക്കെ, ഹല്ലേലൂയ, ഒരു ദൈവപ്രവൃത്തിയുടെ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്ഥലങ്ങളായി കാണാം. പത്മോസ്, സ്തോത്രം, അതൊരു ശാപമല്ല, പകരം ദൈവം ഒരുക്കുന്ന ഒരനുഗ്രഹത്തിന്, സ്തോത്രം, ഒരു സ്ഥലമായി നാം നിൽക്കേണ്ടി വരുന്നു എന്നത് നമുക്കറിഞ്ഞ് കർത്താവിന് മഹത്വവും സ്തുതിയും ബഹുമാനവും ഒക്കെ കൽപ്പിക്കാം. ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങ് ഞങ്ങളെ ആക്കി വെക്കുന്ന സ്ഥലങ്ങൾക്കൊക്കെ അങ്ങയ്ക്കൊരു ഉദ്ദേശമുണ്ട്. അതിനായി നിലനിൽക്കുവാനും അതിനുവേണ്ടി പ്രയത്നിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ ഒരുക്കണമപ്പ. ഓരോ ദിവസവും ആ മേഖലകളിൽ ഞങ്ങളെ നടത്തണം. കരുണയുള്ള കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം.
ആ മേഖല തിരിച്ചറിഞ്ഞ് കർത്താവെ സന്തോഷിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിലിടയാക്കണം. എല്ലാ മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്ക് ആയജിമിച്ച സുവിശേഷന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.